എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം LDC ഷോർട്ട് ലിസ്റ്റ് വന്ന കാര്യം. അപ്പോൾ LDC ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡിന്റെയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അപ്പോൾ കാസർഗോഡിന്റെ കട്ട് ഓഫ് എത്രയാണ്? 59.33 മാർക്കാണ്. 59.33 മാർക്കാണ്. അത് കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 51.33 ആയിരുന്നു. പക്ഷെ നമുക്കറിയാം അന്നത്തെ എക്സാം ഇന്നത്തെ എക്സാം തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ അറിയാനുള്ളത് ഈ 59.33 ടോട്ടൽ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ 740ഓളം ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നത്. 743 744 ആൾക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് കഴിഞ്ഞ തവണ ഇത് 1034 പേര് എടുത്തിട്ടുണ്ടായിരുന്നു. 1034 പേര് ഉണ്ടായിരുന്ന ലിസ്റ്റാണ് ഇപ്പൊ 740ലേക്ക് മാറിയത്. അതുപോലെ ഓപ്പൺ കാറ്റഗറിയിൽ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ എത്രയായിരുന്നു? 344 പേരാണ് എടുക്കുന്നത്. ഇവിടെ അത് 530 ആയിരുന്നു. കഴിഞ്ഞ തവണ 530 ആയിരുന്നു. ഇത്തവണ 344 അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിയമനം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇപ്പൊ ഇതിന്റെ നിയമനം ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞു. രണ്ടര വർഷം കഴിയുമ്പോൾ ഇപ്പോഴും അത് നിൽക്കുന്നത് OC 194 നിൽക്കുന്നത്. അപ്പൊ ഈ 344 മെയിൻ ലിസ്റ്റിലെ എണ്ണം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ചാൻസ് ഉള്ളത് 2018 21 വരെ ലിസ്റ്റിന്റെ കാസർഗോഡ് പോയിരിക്കുന്ന OC റാങ്ക് എന്ന് പറയുന്നത് 343 ഒന്നുകിൽ ഈ ഒരു ഫിഗർ ആയിരിക്കാം 344ലേക്ക് പോയത്, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പൊ നടക്കുന്ന ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റ് 2022 മുതൽ 2025 വരെയുള്ള ലിസ്റ്റ്, 2022 എക്സാം 25 വരെ ലിസ്റ്റ്, ആ ഒരു ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് മീൻസ് നമുക്ക് മെസ്സേജ് വന്ന ടൈമിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് വെച്ചാൽ ഏകദേശം 295 ഒക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പോഴത് 314, മൊത്തത്തിൽ 314 നിയമനങ്ങൾ കാസർഗോഡ് നടന്നിട്ടുണ്ട്. അതെല്ലാം റിസർവേഷൻ അടക്കം കൂട്ടിയാണ് 314. OC ഞാൻ നേരത്തെ പറഞ്ഞ 194. അപ്പൊ ഏകദേശം ഇത് റൗണ്ട് ചെയ്തിട്ട് 344ലേക്ക് എത്തിച്ചതാവാനും ഒരു ചാൻസ് ഉണ്ട്. കട്ട് ഓഫ് 59.33 വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. എന്താണ് കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന പോലുള്ള ലിസ്റ്റ്, കഴിഞ്ഞ തവണ തന്നെ ലിസ്റ്റ് വളരെ ചുരുക്കിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വീണ്ടും ചുരുക്കിയിട്ടാണ് PSC ഇടാൻ പോകുന്നത്. ഇതിപ്പോ കാസർഗോഡിന്റെ അവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇപ്പോ തിരുവനന്തപുരത്തിന്റെ കേസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഏകദേശം നമുക്കറിയാം 1019 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത്. ഈ ഒരു സമയം വരെ പോയിരിക്കുന്നത് 1019. അതുപോലെ പാലക്കാടാണെങ്കിൽ 737, കണ്ണൂരാണെങ്കിൽ 806. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം വരുന്നത്. അതായത് തിരുവനന്തപുരത്തൊക്കെ ഏകദേശം നമുക്കൊരു 1000 ആള് അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1100 ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കണ്ണൂരാണെങ്കിൽ തന്നെ 800 900 ആൾക്കാരുടെ ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരിക്കുന്നതിൽ എന്തില്ല, ഒരു സംശയമില്ല. അപ്പൊ ഇങ്ങനെയാണ് PSCയുടെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും നമ്മൾ ഓൾറെഡി പണ്ട് മുതലേ പ്രൊഡിക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഇപ്പൊ അത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 344 എന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ചാൻസ് ആണുള്ളത്. ഒന്നുകിൽ 2018 OC അവസാനം പോയിരിക്കുന്ന റാങ്ക് ഓപ്പൺ കാറ്റഗറിയിൽ പോയത് 343, അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിലെ ഷോർട്ട് ലിസ്റ്റ് 2022 മുതൽ 25 വരെയുള്ളത് ആ ഒരു സമയങ്ങളിൽ 295 ആയിരുന്നു. ആ ഒരു മെസ്സേജ് വരുന്ന സമയങ്ങളിൽ 295 ആയിരുന്നു. അപ്പൊ അതൊന്ന് ഒരല്പം കൂടി കൊടുത്തതായിരിക്കാം PSC. എന്തായാലും ഇനി വരാൻ പോകുന്ന ജില്ലകൾക്കും ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തൊക്കെ ഒരു 1000 മാക്സിമം 1200 ടോട്ടൽ ആൾക്കാർ വരുന്ന രീതിയിലായിരിക്കാം പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സൂചനയാണ് ഇനി നടക്കാൻ പോകുന്ന ഏത് പരീക്ഷയാവട്ടെ. അപ്പോൾ മാക്സിമം ഒരു ഇപ്പൊ കാസർഗോഡിന്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, ഒരു 200-നുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. LDC പോലെ വലിയ നിയമനങ്ങൾ നടക്കുന്ന പോലെ 344 ഒക്കെ നമുക്കറിയാം. എല്ലാ ലിസ്റ്റിലെയും എല്ലാവരും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമമൊക്കെ എടുക്കില്ല. ഇപ്പൊ തന്നെ 194 പേരെയാണ് നിലവിൽ OC എടുത്തിരിക്കുന്നത്. അതിപ്പം ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ എത്ര ഉണ്ടാവും നമുക്കറിയാം. ഒരു 200 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ജോലി കിട്ടുന്ന പറയുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തെ കേസിൽ 1000 ആണെങ്കിൽ നിലവിൽ അവിടെ ഇപ്പോൾ 644 OC പോയിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ 644 പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ മീൻസ് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ അടുത്ത വർഷത്തേക്ക് ഈ ഒരു റാങ്കിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്തായാലും ഈ ഒരു റേഞ്ചിൽ തന്നെ ടോട്ടൽ മെയിൻ ലിസ്റ്റിന്റെ ആൾക്കാരുടെ എത്രയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അത് തന്നെയായിരിക്കും ആൾക്കാരുടെ എണ്ണം. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ പ്രാവശ്യം 1500 മുകളിൽ ആൾക്കാർ എടുത്ത ഒരു ലിസ്റ്റാണ്. ഇത്തവണ അത് ചുരുക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പാറ്റേൺ പിന്തുടരുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും റിസൾട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. മറ്റ് ജില്ലകളിലൊന്നും ഇന്നലെ വന്നിട്ടില്ല. ഇന്ന് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ അത് വരുമായിരിക്കും.
അപ്പോൾ 14 ജില്ലകൾക്ക് ഓൾറെഡി മെസ്സേജ് വന്നു കഴിഞ്ഞാണ്. അതുപോലെ LGSന്റെ 3 ജില്ലകളിലും മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ണൂർ, ഇടുക്കി പോലുള്ള ജില്ലകളിലും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെയും ഷോർട്ട് ലിസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. ഇനി വരുന്ന എക്സാംസ് ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ, ഇപ്പൊ നിങ്ങൾ പറയുന്ന റേഞ്ചിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.